ഞാൻ ഷീമ. എൻ്റെ ജാക്ക് മെഷീൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഇതിന് ഓയിൽ നമ്മൾ സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മെഷീൻ ആവശ്യമുള്ളത് മെഷീൻ തന്നെ എടുത്തിട്ട് പോകും. അപ്പം മെഷീൻ്റെ തലഭാഗം, അതായത് മെഷീൻ്റെ പോർഷൻ പൊക്കി എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ടാങ്കാണ് കാണുന്നത്. ടാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു മാഗ്നറ്റും അതുപോലെ ഒരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റ് നമ്മൾ എടുത്ത് മാറ്റുക. അതിനുശേഷം താഴെ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കണം. ബോട്ടിൽ വെച്ച് കഴിഞ്ഞ ശേഷം മേളിലെ സ്ക്രൂ ഒന്ന് പയ്യെ ലൂസാക്കി അത് ഊരിയെടുത്ത് മാറ്റുക. അപ്പോഴത്തേക്കും ഈ ഓയിൽ താഴേക്ക് വീഴും. ഓയിൽ ബ്രൗൺ കളർ ആവാൻ ഒരിക്കലും നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മളെപ്പോഴും തയ്ച്ചാലും തയ്ച്ചില്ലെങ്കിലും നമ്മുടെ എന്ത് മാറ്റണം, ഓയിൽ മാറ്റിയേ പറ്റും, അല്ലെങ്കിൽ മെഷീൻ കംപ്ലൈൻ്റ് ആവും. എല്ലാ വേസ്റ്റും നമ്മൾ തുടച്ച് ഓയിലും പൊടികളും നൂലിൻ്റെ പീസൊക്കെ എല്ലാം മാറ്റുക. ഇതിലൂടെയാണ് കേട്ടോ നമ്മുടെ മെഷീൻ്റെ ആവശ്യമായ ഓയിൽ മെഷീൻ എടുത്തിട്ട് പോവുക. ഇതുപോലൊരു ക്ലോത്ത് നമ്മുടെ ബോബിൻ കേസിൻ്റെ താഴെ വരുന്ന ആ ഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ കൂടുതലായിട്ട് വരുന്നതുണ്ടെങ്കിൽ നമ്മുടെ ബോബിൻ താഴെ വീണാലും ഓയിലാവില്ല. അതിനുശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ മാഗ്നറ്റ് ഒന്ന് തുടച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക. വളരെ ഈസിയാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരാളെയും വിളിച്ച് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം.